മഹാകുംഭമേള 2025 നമ്മൾ കണ്ടതിൽ വെച്ച് ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മൾ കണ്ട 146 വർഷങ്ങൾക്കിപ്പുറം കണ്ട ഒരു കുംഭമേളയുടെ ആ ഒരു മുന്നൊരുക്കവും പിന്നൊരുക്കവും പിന്നെ നടത്തിപ്പും എല്ലാം അത് വിവാദങ്ങൾ കൊണ്ടും മറ്റ് അതിൻ്റെ നടത്തിപ്പിൻ്റെ വിശേഷണങ്ങൾ കൊണ്ടും വാർത്തകൾ നിറഞ്ഞ ഒരു സംഭവ വികാസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു പക്ഷേ അടുത്തെങ്കിലും ഇത്തരം വലിയൊരു മേള നടത്താൻ പറ്റുമോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് കോടികൾ ചെലവഴിച്ച കോടികൾ കണക്കിന് ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞ ഒരു കുംഭമേള അതിവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ വിവാദങ്ങളും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടത്. ഈയിടയ്ക്ക് നമ്മുടെ അടുത്ത ഒരു മലയാളിയായിട്ടുള്ള മുൻ ഫുട്ബോളർ CK വിനീത് നടത്തിയ ഒരു വളരെ മോശപ്പെട്ട ഒരു പരാമർശം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചിലപ്പോൾ നല്ലതായിരിക്കാം. നീ കേട്ടിരുന്നോ? പിന്നെ കേട്ടിരുന്നു. അതായത് അവിടുത്തെ വെള്ളത്തിൽ, അതായത് കുംഭമേള നടക്കുന്ന സ്ഥലത്തെ എല്ലാവരും പവിത്രമായ പുണ്യമായി കരുതുന്ന ആ സ്ഥലത്തെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ചൊറി വരും എന്നല്ലേ പറഞ്ഞത്. അത് പക്ഷേ ആ ഒരു വ്യക്തിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പുള്ളി അതുകൊണ്ട് കുളിച്ചില്ല എന്ന് പറയുന്നു. ഓക്കെ, അത് ചെയ്യണ്ട, പുള്ളിയുടെ വ്യക്തിപരമായ കാര്യം. പുള്ളി അത് നടത്താനാണ് ആ സ്ഥലം വരെ കഷ്ടപ്പെട്ട് പോയത്. ഇത്രയും തിരക്കും തിക്കും ഒക്കെ താണ്ടി ഈ കണ്ട രൂപയും ഇതിനാവശ്യമായ കാര്യങ്ങളും എല്ലാം കരുതിക്കൊണ്ട് അവിടെ വരെ എത്തിയത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ പുണ്യമായ സ്ഥലത്ത് ചെന്ന് സ്നാനം ചെയ്യുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ വ്യക്തിപരമായ റീസൺസ് കൊണ്ട് പുള്ളിക്ക് അത് ചെയ്യാൻ തോന്നിയില്ല. അതിനെ നമ്മൾ മാനിക്കുന്നു, ചെയ്യണ്ട, കുഴപ്പമില്ല. പക്ഷേ കോടാനുകോടി ജനങ്ങൾ അല്ലെങ്കിൽ കോടാനുകോടി ഭക്തർ അവിടെ വന്ന് ഈ സ്നാനം ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി പല സ്റ്റേറ്റുകളിൽ നിന്നും പല കൺട്രികളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങൾ അന്യ ദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് വന്ന് ഈ സ്നാനം ചെയ്ത് തങ്ങൾക്ക് ഇതുവരെയുള്ള പാപങ്ങളെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ പുണ്യം ലഭിച്ചു എന്ന വിശ്വാസത്തോടെ. കാരണം അത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം അത് വിശ്വാസമാണ്. ഓരോ മനുഷ്യൻ്റെ വിശ്വാസത്തെ നമുക്ക് അവരുടെ ഉള്ളിൽ കയറിയിരുന്ന് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു ബുദ്ധിയും ഇല്ലാത്ത ആളുകളാണോ ഈ 64 കോടിയിലധികം ജനങ്ങളും അവിടെ പോയി ഈ സ്നാനം ചെയ്തവരെ എല്ലാം മണ്ടന്മാരാക്കിയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെ അതെ. കാരണം നമ്മുടെ ഒരു ഹൈന്ദവ രാഷ്ട്രം, അതിൽ നമ്മൾ ഹൈന്ദവരെ എന്തും പറയാമെന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ, നമ്മളൊരു ജാതി ആയിട്ടുള്ള പരിപാടിയല്ല ഇവിടെ നടത്തുന്നത്, ഒരു ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ റിലീജിയസ് ആയിട്ട് അധിക്ഷേപങ്ങൾ നടത്താനോ സപ്പോർട്ട് ചെയ്യാറുമില്ല. എന്നാൽ നമ്മൾ അവർക്ക് എതിർത്ത് പറയാറുമില്ല. നമ്മൾ എപ്പോഴും ഒരു രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഒരു രാജ്യത്തിന്റെ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കിടന്ന ഒരു റിലീജിയസ് ആക്ടിവിറ്റി തന്നെ പറയാൻ പറ്റത്തില്ല. ഒരു ആത്മീയത, ഒരു ശാന്തത, ഒരു ശാന്തി. അതായത് പണ്ട് പുരാണങ്ങളിൽ കരുതപ്പെട്ടിരുന്ന 3 പുണ്യമായിട്ടുള്ള നദികൾ ചേരുന്ന സംഗമ സ്ഥാനത്ത് നിന്ന് നടത്തിയ പവിത്ര സ്നാനം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ജനങ്ങൾ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് അവിടെ ചെന്നാൽ ഒരു ജന്മം മുഴുവനുള്ള പാപങ്ങൾ കഴുകിക്കളയാമെന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണല്ലോ മനുഷ്യ ജന്മങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ഇന്ന് ജനിച്ചാൽ നടക്കുന്നത് മുഴുവനും മരണത്തിലേക്കാണ് എന്ന അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഇതിനെല്ലാം വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുന്നത്? നമ്മൾ ജോലി മേടിക്കുകയും എഡ്യൂക്കേറ്റഡ് ആവുകയും ഇങ്ങനെ വസ്ത്രങ്ങൾ മാറുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നാളെ മരിക്കുമെങ്കിൽ പിന്നെ വിട്ട വസ്ത്രത്തിൽ തന്നെ നടന്നു പോയിക്കാം എന്ന് ചിന്തിക്കാറില്ലല്ലോ നമ്മളാരും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഡിത്തപരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി CK വിനീതിൻ്റെത്. കാരണം ചൊറി പിടിക്കും അത്രേ. കാരണം ശരിയാണ്, ഗംഗാജലനത്തെക്കുറിച്ചുള്ള മലിനമായിട്ടുള്ള കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണ്. ഒരുപാട് മനുഷ്യർ തന്നെയല്ലേ ഇതെല്ലാം മലിനമാക്കുന്നത്. അത് പുരാതനമായിട്ടുള്ള ഈ പറയുന്ന ഹിമാലയ സാനുക്കളിൽ നിന്നോ അല്ലെങ്കിൽ മലചെരുവുകളിൽ നിന്നോ ഉരിഞ്ഞു വരുന്ന വെള്ളം ഒരിക്കലും മലിനമായിട്ടല്ല വരുന്നത്. പക്ഷേ നമ്മുടെ മനുഷ്യന്റെ കയ്യിരിപ്പുണ്ട്. നമ്മൾ അവിടെ മലമൂത്ര വിസർജനം നടത്തുകയും കുളിക്കുകയും തുപ്പുകയും അലക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ വൃത്തികേടാക്കി കളഞ്ഞ ഗംഗയും യമുനയും പോലുള്ള നദികൾ അത് നമ്മുടെ കുഴപ്പം തന്നെയല്ലേ? അപ്പോൾ ആരെയാണ് അവിടെ CK വിനീത് മലന്ന് കടന്ന് തുപ്പിയതുപോലെ ആയിപ്പോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓർമ്മി, അത് മാത്രമല്ല ശാരിക, ഈ പറയുന്ന ഗംഗയും യമുനയും അല്ലെങ്കിൽ ഈ പവിത്ര നദിയും എല്ലാം എന്നും അവിടെ തന്നെയുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു കുംഭമേള കഴിയുമ്പം അവിടുന്ന് അപ്രത്യക്ഷമാവുകയും കുംഭമേളയുടെ സമയത്ത് മാത്രം വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല. പക്ഷേ എന്നും ഈ വെള്ളവും നദിയും എല്ലാം അവിടെ ഉണ്ടായിട്ടും ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം ഇത്രയും കോടി ജനങ്ങൾ അവിടെ വരണമെങ്കിൽ അത് അത്രയും കോടി ജനങ്ങളെ എന്തായാലും ആർക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല. ഇപ്പം യോഗിക്ക് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അതാത് സ്റ്റേറ്റുകളെ CMമാർക്കോ ഒന്നും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല. ഇതെല്ലാം ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ കുംഭമേള എല്ലാ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു. മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു. അപ്പോൾ ആ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ ഭാഗമാവുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്, അല്ലെങ്കിൽ ഇനി ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ജനിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒന്നും ഇനി ഈ ഒരു അവസരം കിട്ടില്ല. എന്തായാലും ഫെബ്രുവരി 26 കൊണ്ട് ഈ ഒരു മഹാകുംഭമേള അവസാനിച്ചു. അപ്പോൾ ഇതിനകത്ത് അത്രയും ഭാഗ്യമുള്ളവർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് എടുക്കാൻ പറ്റുന്നവർ
ഒരുപക്ഷെ ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും അവിടെ വരെ എത്താൻ കഴിയാത്ത സാഹചര്യമുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോകാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ, അവിടെ വരെ എത്തിയിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശമായിട്ട് ആ പോയവരെയും അവിടെ സ്നാനം ചെയ്ത് വന്നവരെയും അവസാനം ഒരു നോക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് വരെ നിന്നവരെയും ഒക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് രംഗത്ത് വന്നത്. അതെ, കാരണം നമ്മുടെ വിശ്വാസം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇങ്ങനൊരു പരാമർശം നടത്തിയതിനാണ് ഈ പറയുന്ന പോലെ പലരും ഇപ്പോൾ ജയിലിനകത്തേക്ക് പോകുന്നത്. കാരണം ശ്രീ കെ വിനീത് ഒരു സ്പോർട്സ് താരമാണ് ഒക്കെ സമ്മതിച്ചു തന്നെ. പക്ഷേ ഒരാളുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ താല്പര്യമാണ്. ആരും അവിടെ പിടിച്ചു കെട്ടി നിർബന്ധപൂർവ്വം ഈ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ജനങ്ങളെല്ലാം സ്വന്തം ഇഷ്ടത്തിനാണ്. അതും ഇന്റർനാഷണൽ ആയിട്ടുള്ള വിദേശീയരായിട്ടുള്ള ഏറ്റവും ടോപ്പ് ലെവലിരിക്കുന്ന ആൾക്കാർ വരെയും കാവ്യ വസ്ത്രം ഉടുത്തുകൊണ്ട് ഈ പറയുന്ന ഇദ്ദേഹം കളിയാക്കിയ, ഇദ്ദേഹം പുച്ഛിച്ച ആ ചൊറിയുന്ന ആ നദീജലത്തിൽ വന്ന് മുങ്ങി സ്നാനം ചെയ്ത് തന്നെയാണ് മനസ്സും ശരീരം ശുദ്ധമാക്കിക്കൊണ്ട് തിരിച്ചു. അവരെ ആരും ചൊറിയും ചിരങ്ങും പിടിച്ച രോഗമായിട്ട് ഒരു ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്തതായിട്ട് ഒരു സാമൂഹ്യ മാധ്യമങ്ങളും ഒരു സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഇന്നേ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് പോരായ്മകളോ അല്ലെങ്കിൽ അപാകതകളോ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. 64 കോടിയിലധികം ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമില്ല. ഏകദേശം ഇവര് പ്രതീക്ഷിച്ചതിലും അധികമായിട്ടുള്ള ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. അപ്പൊ ആദ്യം തന്നെ ഒരു വലിയ പദ്ധതിയായിരുന്നു. അതായത് നമുക്കറിയാം 7000 കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവര് എത്ര മടങ്ങായിരിക്കും അതിന്റെ തിരിച്ച് പ്രതീക്ഷിച്ചത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു സർക്കാരുകളും കൈ അഴിഞ്ഞ് അല്ലെങ്കിൽ കൈവിട്ട് ചെലവാക്കില്ല. അപ്പൊ അങ്ങനെ ഒരു 7000 കോടി അവിടെ ചെലവാക്കി ണ്ടെങ്കിൽ അതിന്റെ 4 മടങ്ങോ 8 മടങ്ങോ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരത് മുടക്കിയിട്ടുള്ളത്. അതിന് വേണ്ട ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ അവിടെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കുറെ അധികം നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്ക് അവിടെ എത്തിയതിനു ശേഷം അവർ അനുവദിക്കപ്പെട്ട ടെന്റുകൾ ആ സമയമായപ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ തരില്ല, അല്ലെങ്കിൽ അവർ വേറെ മറ്റുള്ളവർക്ക് ബുക്ക് ചെയ്തവർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്ന സാഹചര്യവും, ഈ കൊടുത്ത പൈസ ഒരു ടെന്റിന് പല റേറ്റിന്റെ ടെന്റ് ഉണ്ട്. ശരിക്കും അതിന് 35,000 രൂപയുടെ ടെന്റ് ഉണ്ട്, 40,000 ഉണ്ട്, അങ്ങനെ പല വിധത്തിലാണ് തോന്നുന്നു. എന്തായാലും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം, 35,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തൊരു ടെന്റ് ആ സമയത്ത് അവിടെ നമുക്കറിയാം ഒരു 300 കിലോമീറ്റർ ഡിസ്റ്റൻസിലോ മറ്റോ ആയിരുന്നു അവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു 10-20 കിലോമീറ്ററോളം നടന്നു ചെല്ലേണ്ട ഒരു സാഹചര്യം പലർക്കും അവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ബ്ലോക്കും തിരക്കും കാരണം. അപ്പൊ അതെല്ലാം വിശ്വാസികളാണ്, എന്നിട്ടും അവരത് മറികടന്നു 20 കിലോമീറ്റർ നടക്കാൻ തയ്യാറായി. 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ആ 20 കിലോമീറ്റർ വേണ്ട സമയമെടുത്ത് നടന്ന് ആ സ്ഥലത്തെത്തി അവർക്ക് താമസിക്കാൻ ടെന്റ് ബുക്ക് ചെയ്തത് ആ സ്പോട്ടിൽ ഇല്ല എന്ന് പറയുമ്പോഴുള്ള അവസ്ഥയാണ്. എന്നിട്ടും അവർ ഈ ഒരു സംഭവത്തെയോ ഈ ഒരു മഹാകുംഭമേള എന്ന വലിയൊരു കാര്യത്തെയോ ഒന്നും വിമർശിക്കാനോ എതിർക്കാനോ ഒന്നും അല്ല പോയത്. അടുത്ത വഴി എന്താണെന്ന് ആലോചിക്കുക, അവിടെ ഉള്ളവരുമായിട്ട് സംഘാടകരുമായിട്ട് സംസാരിക്കുകയും അതുമായിട്ട് ആനുപാതികമായിട്ടുള്ള, പക്ഷെ ആ ഒരു സമയത്ത് ടെൻഷൻ അടിച്ചു, അല്ലെങ്കിൽ താമസിക്കാൻ പറ്റാതെ വരുമോ, ബുദ്ധിമുട്ടുണ്ടാകുമോ, ഈ പറയുന്ന പോലെ അവര് പറഞ്ഞിരുന്ന പോലെ തന്നെ ടോയ്ലറ്റും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരക്ക് വന്നപ്പം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന തിരക്കുകളാണ്. കാരണം ഈ പറയുന്ന പോലെ 64 കോടി 70 കോടിക്ക് അടുത്ത് 64 കോടി ഏകദേശം ഒരു കണക്കാണ്. 70 കോടിക്ക് അടുത്ത് ആൾക്കാർ വന്നു കൂടിയ ഒരു കുംഭമേള, അതിൽ തെറ്റുകുറ്റങ്ങൾ ഉറപ്പായിട്ടും പറ്റാം. കാരണം 140 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ പറയുന്ന ഒരു ജനറേഷനോ നടത്തിയിട്ടില്ല. കാരണം 144 വർഷം വയസ്സുള്ളവരാരും തന്നെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു സർക്കാരോ ഇതിനു മുമ്പ് നടത്തി പരിശീലനമില്ല. ബട്ട് അവരുടെ ഒരു ഏകദേശ രൂപം വെച്ചുകൊണ്ട് ഇത്രയും അധികം ജനങ്ങൾ വരും, 7000 കോടി രൂപ മുടക്കിയെങ്കിൽ അവർ അതിനനുസരിച്ച് മാൻ പവർ ഉപയോഗിച്ചിട്ടുണ്ട്, യന്ത്രവൽകൃത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഓടി എത്തണം. കോടി ജനങ്ങൾ എത്ര പൈസ നമുക്ക് ഇനി അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞാലും മാൻ പവർ തന്നെ വേണ്ടേ പൗർണമി. ഇനി എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ VVIPs എല്ലാവരും തന്നെ, അത് പൊളിറ്റീഷ്യൻസിനായാലും സെലിബ്രിറ്റീസ് ആയാലും എല്ലാവരും, പ്രധാനമന്ത്രി വരെ പോയി സ്ഥലം, പ്രധാനമന്ത്രി, ബോളിവുഡ് ചലച്ചിത്ര താരങ്ങൾ, ഹോളിവുഡ് ചലച്ചിത്ര താരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, മലയാളി നടന്മാര്, അതെ IT ഭീമന്മാര് വന്നിട്ടുണ്ടായിരുന്നു, മലയാളി നടന്മാർ, അങ്ങനെ പ്രശസ്തരും അപ്രശസ്തരും. അതായത് അവിടെ പറയുന്ന ഒരു ലോഗോയുണ്ട്. അതായത് അവിടെ വരുന്ന എല്ലാവരും തന്നെയും അവിടെ ആ ഒരു സാധാരണക്കാരനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. എല്ലാവരും കാവ്യവസ്ത്രം കൊടുത്ത്, ആർക്കും പ്രത്യേക കളറിലെ ഒരു പോർഷൻ മാത്രം അസൈൻ ചെയ്ത് കൊടുത്ത ഒരു കുളിയൊന്നും അവിടെ ഇല്ല. എല്ലാവരും ഒരേ ജലത്തിൽ തന്നെ മുങ്ങി പൊങ്ങുക എന്ന ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി
ശരിക്കും കണ്ടൊരു സ്ഥലമാണ് ഈ പ്രയാഗ്രാജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അഖണ്ഡത എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. എനിക്ക് ചിലപ്പോൾ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ആകുമായിരിക്കും. കാരണം ഈ നൂറ്റാണ്ടിൽ ഇനി ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല, എനിക്കൊന്നും ഈ മറ്റേ തക്കാളി ടൊമാറ്റോ ഫെസ്റ്റിവലൊക്കെ സ്പെയിനിലൊക്കെ നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല അത് പക്ഷേ അത് ഇതിന്റെ ഒന്നും ഒരു അയലത്ത് പോലും എത്തില്ല. അത്രയ്ക്കും ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്തു. അതൊരു വലിയ ഒരു കൗതുകകരമായ കാഴ്ചകളായിട്ട് ജനങ്ങളുടെ മനവും ആത്മാവും നിറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നല്ലോ ഈ ആത്മീയത നേടുന്നത്. അതിന് ഇതുപോലെ കുറെ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. സി കെ വിനോദ് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും. അതായത് AC ഇട്ട റൂമില് ഗംഗയിലെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് മുങ്ങുന്നൊക്കെ ഉദ്ദേശിക്കുക. അല്ല, ഇത് സ്വാഭാവികമായിട്ടും ആ പോകുന്ന വഴിയും അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ എത്തുന്നത്. കാരണം ലോകപരിചയമുള്ള അല്ലെങ്കിൽ വാർത്തകൾ കാണുന്ന ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും ഒരാൾ കുംഭമേളയിൽ നടക്കുന്ന സ്ഥലത്തോട്ട് അല്ലെങ്കിൽ പ്രയാഗ്രാജിലോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ ഒന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും അവിടെയുള്ള ഈ വിഷ്വൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്നാനം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ട്രിപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ ഓക്കെ, അത് പോയി കണ്ട് മനസ്സിലാക്കി തിരിച്ചു വരിക. പിന്നെ ഈ പറയുന്ന പോലെ യോഗി ആദിത്യനാഥ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനു മുൻപ് പുറത്തുനിന്ന് അതായത് വെളിനാട്ടിൽ നിന്നുള്ള ആളുകൾ വന്ന് ഈ ഗംഗയിൽ കുളിക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചപ്പോൾ ആ ഒരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഗംഗ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും രൂപ മുടക്കി എന്നിട്ടാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി പോലും വന്ന് സ്നാനം ചെയ്തത്. അപ്പൊ അത്രയും ഉറപ്പുണ്ട് അവർക്ക് പോലും. പിന്നെ CK വിനീത് മാത്രം എന്താണ് ഇത്ര പ്രശ്നം?